സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫ്രീ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. ഇന്ന് 2023 മെയ് 25 വ്യാഴാഴ്ച നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,285 നിന്ന് 17 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 18,268 ഇന്ന് ആരംഭിച്ചത്. 18,338 ഡേ ഹൈയും 18,202 ഡേ ലോയും വന്നതുവഴി 135 പോയിന്റ് അഥവാ 0.74% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,268 നിന്നും 52 പോയിന്റ് ലാഭത്തോടു കൂടി 18,321 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 36 പോയിന്റിന്റെ ലാഭമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 61,773 നിന്ന് 68 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 61,706 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 61,934 ഡേ ഹൈയും 61,484 ഡേ ലോയും വന്നതുവഴി 449 പോയിന്റിന്റെ അഥവാ 0.73% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 61,706 നിന്ന് 166 പോയിന്റിന്റെ ഇൻട്രാഡേ ലാഭത്തോടു കൂടി 61,872 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 99 പോയിന്റിന്റെ ലാഭമാണ് ഇന്നത്തേക്ക് സെൻസെക്സ് നേടിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 13.11 ഇന്ന് ആരംഭിച്ചത്. 13.13 ഡേ ഹൈയും 8.18 വളരെ ഹൈ വൊളാറ്റൈലായിരുന്നു. ഇന്ന് 8.18 ഡേ ലോയും വന്നു. 4.5% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 12.52 ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 43,677 നിന്ന് 48 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 43,630 ഇന്ന് ആരംഭിച്ചത്. 43,719 ഡേ ഹൈയും 43,390 ഡേ ലോയും വന്നതുവഴി 329 പോയിന്റ് അഥവാ 0.76% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 43,630 നിന്ന് 51 പോയിന്റിന്റെ ഇൻട്രാഡേ ലാഭത്തോടു കൂടി 43,681 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 4 പോയിന്റിന്റെ ലാഭമാണ് ഇന്നത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,243 നിന്നും 23 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 19,219 ഇന്ന് ആരംഭിച്ചത്. 19,255 ഡേ ഹൈയും 19,118 ഡേ ലോയും വന്നതുവഴി 137 പോയിന്റിന്റെ ഇൻട്രാഡേ അഥവാ 0.72% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,219 നിന്നും 19 പോയിന്റ് ലാഭത്തോടു കൂടി 19,239 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 4 പോയിന്റിന്റെ നഷ്ടമാണ് ഫിൻ നിഫ്റ്റിക്ക് ഇന്നത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. BSE ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 49,565 നിന്നും 84 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 49,481 ഇന്ന് ആരംഭിച്ചത്. 49,638 ഡേ ഹൈയും 49,273 ഡേ ലോയും വന്നതുവഴി 365 പോയിന്റിന്റെ അഥവാ 0.74% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 49,481 നിന്ന് 114 പോയിന്റ് ലാഭത്തോടു കൂടി 49,595 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 30 പോയിന്റിന്റെ ലാഭമാണ് ബാങ്ക് എക്സിന് ഇന്നത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നെല്ലാ എൻ്റെ സ്ക്രീനർ കാണിച്ചു തന്നിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും 2% കൂടുതൽ ലാഭം മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. 2% കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയ സ്റ്റോക്കുകളൊന്നും തന്നെ ഈ സ്ക്രീനർ കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് PFC, IDFC ഫസ്റ്റ് ബാങ്ക്, ഭാരതി എയർടെൽ, ബജാജ് ഓട്ടോ, ആസ്റ്റർ DM, അദാനി എന്റർപ്രൈസസ് ഇത്രയും കമ്പനികൾ 2% കൂടുതൽ ലാഭം നേടിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,521 കോടിയുടെ ബൈങ്ങും 7,932 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 589 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ നിന്ന് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,523 കോടിയുടെ ബൈങ്ങും 5,184 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 339 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവർ കാഴ്ചവെച്ചത്. രണ്ട് കൂട്ടരും, അതായത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് രണ്ട് കൂട്ടരും ഇന്ന് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓൾടുഗദർ നോക്കുകയാണെങ്കിൽ 928 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇന്നലെ പുട്ട് കോൾ റേഷ്യോ 1.01 ആയിരുന്നു. അത് ഇന്ന് വർദ്ധിച്ചിട്ട് 1.05 ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുള്ളിഷ് എന്ന ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. നാളെ 26 മെയ് വെള്ളിയാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ONGC, മഹീന്ദ്ര M&M, ഗ്രാസിം ഇൻഡസ്ട്രീസ്, സംവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്, ഇൻഫോ എഡ്ജ് ഇന്ത്യ ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ഫിനോലെക്സ് കേബിൾസ് ലിമിറ്റഡ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, അതേപോലെ ഹഡ്കോ, അതേപോലെ കബ്ബ് അല്ലെങ്കിൽ സിറ്റി യൂണിയൻ ബാങ്ക്, ശ്രീ രേണുക ഷുഗേഴ്സ്, EC3 പ്ലാനേഴ്സ്, PNC ഇൻഫ്രാടെക്,
കാമ ഹോൾഡിംഗ്സ്, NCC ലിമിറ്റഡ്, ഇൻഡിഗോ പെയിൻറ്റ്സ്, ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ. ഇത്രയും പ്രധാനപ്പെട്ട കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. കമ്പനികൾ നിരവധിയുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ കമ്പനികളുടെ പേരുകളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ജൂൺ 1 അഥവാ അടുത്ത വ്യാഴാഴ്ച കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ ഏതാണെന്ന് നോക്കാം. അതായത് ആപ്ടെക് ലിമിറ്റഡ് അവരുടെ ഡിവിഡൻഡ് 6 രൂപ പെർ ഷെയർ കൊടുക്കുന്നുണ്ട്. ശ്രീ സിമെൻറ്റ്സ് 55 രൂപ പെർ ഷെയർ കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രീസ് 80 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ട്രിഡൻറ്റ് 36 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഡാറ്റയാണ്, ഇത്രയും കമ്പനികളാണ് 1-ാം തീയതി അഥവാ ഈ വരുന്ന വ്യാഴാഴ്ച കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ. വേൾഡ് വൈഡായി നാളെ വരുന്ന മേജർ ഈവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജപ്പാൻ ടോക്കിയോ കോർ CPI, UK റീറ്റെയിൽ സെയിൽസ്, US ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, US ഗുഡ്സ് ട്രേഡ് ബാലൻസ്, US PSC പ്രൈസ് ഇൻഡെക്സ്, US പേഴ്സണൽ സ്പെൻഡിങ്, US റീറ്റെയിൽ ഇൻവെൻറ്ററീസ് എക്സ് ഓട്ടോ, US Michigan consumer expectations, US Michigan consumer sentiment, US Baker Hughes oil rig count, US Baker Hughes ടോട്ടൽ റിഗ് കൗണ്ട്. ഇത്രയും ഈവൻറ്റ്സ് ആണ് നാളെ വേൾഡ് വൈഡ് ആയിട്ട് വരുന്നുള്ളത്. സെക്ടറൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി എനർജി, നിഫ്റ്റി കമ്മോഡിറ്റീസ്, നിഫ്റ്റി ഫിൻ സർവീസസ്, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി CPSE ഇത്രയും സെക്ടറൽ ഇൻഡെക്സുകൾ നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി നിഫ്റ്റി ബാങ്ക്, ഫാർമ, മെറ്റൽ അങ്ങനെയുള്ള എല്ലാം തന്നെ പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ. അതായത് ഓപ്പൺ ആയ സ്ഥലത്ത് തന്നെയാണ് അത് ക്ലോസ് ആയിട്ടുള്ളത്. 3 പോയിന്റിന്റെ മറ്റോ ഒരു പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ന് 15,594 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഞങ്ങൾ 10% 10,000 റുപ്പീസോളം ലോസിലേക്ക് പോയിരുന്നു ഇന്ന് മോർണിംഗ് സെഷനിൽ. പക്ഷേ ആഫ്റ്റർനൂൺ സെഷനിൽ ഉണ്ടായ ആ ഒരു ബ്രേക്ക് ഔട്ടിലാണ് കാര്യങ്ങൾ നേരെ തലതിരിഞ്ഞ് വന്നത്. കാരണം 2-3 ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ തന്നെ അത് ഏകദേശം 10,000 റുപ്പീസിൻ്റെ അടുത്ത് എത്തും 1 lakh ക്യാപിറ്റലിന്. സോ അത് എന്താ പറയുക, ആ ഒരു കാഴ്ച കണ്ട് അവിടെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാൻ നിന്നതായിരുന്നു. പിന്നീട് വന്ന ഒരു ആക്ടിവേഷനിൽ കാര്യങ്ങൾ നേരെ തലതിരിഞ്ഞ് വന്നു. അതായത് ഒറ്റയടിക്ക് 4% ലോസ് റിക്കവറായി കിട്ടി. അതോടുകൂടി പിന്നെ എല്ലാ ഇൻഡെക്സിലും നല്ല ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഇന്ന് സാധിച്ചു. ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് ശരിക്കും പ്രത്യേകിച്ച് ഇൻട്രാഡേ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ കാര്യമായ ഒരു ഗെയിൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇവിടെ നോ ട്രേഡ് സോണിലാണ് ഓപ്പൺ ആയത്. അവിടുന്ന് ബ്രേക്ക് ഡൗൺ ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് ഒരൊറ്റ പോക്കായിരുന്നു ഇന്നലത്തെ ഡേ ഹൈയിലേക്ക്. അവിടുന്ന് തിരിച്ചിറങ്ങി വന്നു. ബ്രേക്ക് ഡൗണിൽ നോ ട്രേഡ് സോണിൽ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് താഴോട്ട് ഒരൊറ്റ പോക്കായിരുന്നു. പക്ഷേ ഈ താഴോട്ട് പോക്ക് ഏറെ അപകടം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. കാരണം ഒരാൾക്കും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ്, അതായത് 80 രൂപയൊക്കെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത്രയും അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരുന്നു. അത് ഒരു ഇൻട്രാഡേ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം, ഓപ്ഷൻ ബൈങ്ങിനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലി ഇന്ന് ട്രേഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവസാനം ഈ ഒരു റിക്കവറിയിലാണ് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിച്ചത്. ഏകദേശം യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ തന്നെ മാർക്കറ്റ് അപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് വിദേശികൾ നല്ലപോലെ പണം പമ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എന്നാണ്. കാരണം 135 ശേഷമാണ് ഈ ഒരു പ്രോപ്പർ റിക്കവറി ഉണ്ടായത്. സോ ഇത് ലെവൽസ് നോക്കുകയാണെങ്കിൽ നോക്കൂ എത്ര കൃത്യമായിട്ടാണ്. യെസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്ത് താഴോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ സപ്പോർട്ട് 1 S1 വന്നിട്ട് 18,219 സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് കയറി വന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് നോ ട്രേഡ് സോണിലാണ്. അവിടുന്ന് ബ്രേക്ക് ഡൗൺ ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിൽ പോയി R1 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന 43,973 അവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് നേരെ തിരിച്ചിറങ്ങിയിട്ട് നേരെ വന്ന് നോ ട്രേഡ് സോണും കട്ട് ചെയ്തിട്ട് താഴോട്ട് S1 കട്ട് ചെയ്തു, S2 കട്ട് ചെയ്തിട്ട് എക്സാക്ട്ലി S3 വന്നിട്ട്, അതായത് S3 തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോ വരും എന്ന് പ്രവചിച്ചിരുന്നത്. അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചുപോയി റിക്കവറി ആവുന്ന ഒരു കാഴ്ചയാണ്. ഇതും ഏകദേശം 135 സമയത്ത് തന്നെയാണ് ഇവിടെ റിക്കവറി സ്റ്റാർട്ടായത്. അങ്ങനെ യെസ്റ്റർഡേ ലോയുടെ മുകളിലായിട്ട് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഈ പ്രിഡിക്റ്റഡ് റേഞ്ച് ഉണ്ടല്ലോ, എക്സ്പെക്റ്റഡ് റേഞ്ച് എന്ന റാസ് ലെവൽസിൽ നിങ്ങൾക്ക് തരുന്ന ആ ലൈൻസാണ് ഈ യെല്ലോ കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. കൃത്യമായിട്ടും അത് പാലിച്ചുകൊണ്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളത്, വളരെ ആക്യുറേറ്റ് ആയിട്ട്. കാരണം മുകളിൽ പോയി അവിടെ പ്രതിരോധം നേരിട്ടപ്പോൾ നേരെ താഴോട്ട് വന്നു, അവിടെ വന്നപ്പോൾ സപ്പോർട്ട് കിട്ടി തിരിച്ചു കയറി. ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡിങ് നടന്നു. ഇത്രയൊക്കെ വലിയ മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി
ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഇത് സ്റ്റോപ്പ് ലോസ് എടുത്തു പോകുന്ന ഒരു കാഴ്ച മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റാസ് ലെവൽസ് ഫോളോ ചെയ്യുന്ന കുറേ ട്രേഡേഴ്സ് ഇന്ന് 100% 97 വരെ ബുക്ക് ചെയ്ത കുറേ പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതല്ലാതെ നോർമൽ സ്ട്രൈക്ക് ലെവലിൽ എൻട്രി എടുക്കുക, സ്ട്രൈക്ക് ലെവൽ എൻട്രീസ് എല്ലാം തന്നെ സ്റ്റോപ്പ് ലോസ് എടുത്തു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം റാസ് ഫോളോ ചെയ്യുന്നവർ 43,909 നിന്നും നേരെ വന്നിട്ട് 43,400 ആ ഒരു 500 പോയിന്റിൻ്റെ ഒരു സ്ട്രൈറ്റ് ഫോളോ അവർ പിടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ സൂപ്പറായിരുന്നു ഇന്നത്തെ റാസ് ലെവൽസ് വെച്ചിട്ട് ട്രേഡിങ്. പക്ഷേ സ്ട്രൈക്ക് ലെവലിൽ ചെറിയ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള സ്ട്രൈക്ക് ലെവൽ കോൾസ് ഒരല്പം പ്രശ്നമായിരുന്നു. ഫിൻനിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് സെയിം നോ ട്രേഡ് സോണിലാണ്. അവിടുന്ന് ബ്രേക്ക് ഡൗൺ ലെവലിൽ സപ്പോർട്ട് എടുത്തു, നേരെ തിരിച്ച് കയറിയിട്ട് യെസ്റ്റർഡേ ഹൈയിൽ ഒരു പ്രതിരോധം നേരിട്ടു, തിരിച്ചിറങ്ങി വന്നു നേരെ പോയത് ഇന്ന് ഡേ ലോ വരും എന്ന് കരുതിയിരിക്കുന്ന S2 ലെവലിലേക്കാണ്. S2ൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് S1ൻ്റെയും യെസ്റ്റർഡേ ലോയുടെ മുകളിലായിട്ട് വന്നിന്ന് ക്ലോസ് ചെയ്തു. ഫിൻനിഫ്റ്റിയിൽ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഒത്തിരി പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫിൻനിഫ്റ്റിയിൽ റാസ് ലെവൽസ് വെച്ച് ഏറ്റവും കൂടുതൽ റാസ് ലെവൽസ് ഉപയോഗിക്കുന്ന ഒരു ട്രേഡ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. പക്ഷേ എല്ലാ ഇൻഡെക്സിലും വളരെ ആക്യുറേറ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ന് ഒരു സുഹൃത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ കൂടി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോയുടെ ലെങ്ത് പരിഗണിച്ചാണ് ആ ഒരു സംഭവം ഉൾപ്പെടുത്താത്തത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഇന്ന് ഓപ്പൺ ആയത് നോ ട്രേഡ് സോണിൻ്റെ താഴെയാണ്. അവിടെ നേരെ തിരിച്ച് കയറിപ്പോയിട്ട് യെസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വന്ന് ഇന്ന് എന്താ പറയുക S2ൽ പോയിട്ട് സപ്പോർട്ട് എടുത്തു, തിരിച്ച് നോ ട്രേഡ് സോണിൻ്റെ മുകളിലായിട്ട് വന്നിട്ട് അവസാനിച്ചു. ദെൻ ബാങ്ക് എക്സ് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ബാങ്ക് എക്സ് വളരെ ആക്യുറേറ്റ് ആയിട്ട് റാസ് ലെവൽസിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. നോ ട്രേഡ് സോണിൽ ഓപ്പൺ ആയി R1 കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി, R2ൽ പോയി റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു, നേരെ ഇറങ്ങി വന്നിട്ട് ദെൻ S1 S2 S3ൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി വരുന്നത്. എത്ര മനോഹരമായിട്ടാണ് അത് ഒരു സൈൻ വേവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. വളരെ സൂപ്പറായിട്ട് അത് റാസ് ലെവൽസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓവറോൾ ട്രെൻഡ് നോക്കാം എന്താണ് എന്നുള്ളത്. നിഫ്റ്റി എന്താ പറയുക, നിഫ്റ്റി ഇപ്പോഴും ബുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് 18,400 എന്ന ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് കടക്കുക എന്നുള്ളതാണ് നിഫ്റ്റിയുടെ മുന്നിലുള്ള ഒരേ ഒരു ടാസ്ക്. അത് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു മൊമെൻറ്റം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും എക്സ്പയറി കഴിഞ്ഞിട്ട് ഇന്നത്തോടുകൂടി എക്സ്പയറി കഴിഞ്ഞു. അപ്പോൾ പുതിയ കോൺട്രാക്റ്റുകളെല്ലാം അതിൻ്റെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇനിയൊരു മുന്നേറ്റം ഉണ്ടാവും. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചു, നിഫ്റ്റിയിലാണെങ്കിലും ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അത് വന്നിട്ട് അതിൻ്റെ ലോവർ ലെവൽ സപ്പോർട്ടിനെ ഒന്ന് റീടെസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ സപ്പോർട്ടിൽ 43,621 മുകളിലായിട്ട് ക്ലോസിങ് തന്നിട്ടുണ്ട്. മോർണിംഗിൽ നല്ലൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിലായിരുന്നു. പിന്നീട് ആഫ്റ്റർനൂൺ സെഷനിലാണ് അത് ഗ്രീനായി മാറിയത്. എന്തായാലും നല്ലൊരു റിക്കവറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി നെക്സ്റ്റ് വരാനുള്ളത് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി വരിക എന്നുള്ളത് തന്നെയാണ്. എക്സ്പയറി കഴിഞ്ഞത് കൊണ്ട് തന്നെ നാളെ മുതൽ മാർക്കറ്റ് നന്നായിട്ട് കയറാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ എല്ലാവരും എന്താ പറയുക ഒരു ലോങ് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ ട്രേഡുകൾ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഓൾ റൈറ്റ്. അപ്പോൾ ഫിൻനിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റിയും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഫിൻനിഫ്റ്റിയിൽ ഇനി ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സ്വാഭാവികമായിട്ടും ഇത് ഈ വന്നിരിക്കുന്ന ഈ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുന്നത് വരെയും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് അത് ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുക. അതുവരെ അതൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് മാത്രമാണ്. സോ ഇത്രയാണ് ഇന്നത്തേക്കുള്ളത്. പുതിയ വിവരങ്ങളും വിശേഷങ്ങളായിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.